മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മാത്രമല്ല CPM-ന്റെ പ്രവർത്തകരും എല്ലാരും ഒന്ന് അറിയാം. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വേദന എന്താ നിങ്ങള്, ഇവര് ഒരേ നയം എല്ലാ സ്ഥലത്തും പറഞ്ഞാൽ ഞമ്മക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ ഈ ആദർശ സമ്മേളനത്തിൽ ആദർശവും ആ വിഷയവും മാത്രം പറഞ്ഞങ്ങ് പോവുള്ളൂ. എങ്ങനെ അതിന്റെ ശൈലി ഞാൻ പറഞ്ഞുതരാം. കുണ്ടൂര് കുഞ്ഞുവിനെ കൊന്നു, അതേപോലെ തന്നെ അമ്പലക്കണ്ടി അബ്ദുൽ ഖാദറിനെ അങ്ങനെ പറഞ്ഞിട്ട് ഇവരെയൊക്കെ കൊന്നു എന്ന് ഞങ്ങൾ പറയുന്ന ഇവരെ ഭാഷയിൽ ഞാൻ പറയാണ്, ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു പോയി. ആ നയം തന്നെയാണ് നമ്മൾ തുടർന്നിരുന്നുവെങ്കിൽ ഓക്കെ, നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു, നമ്മൾ എന്നും അതിലാണല്ലോ. പക്ഷേ പ്രിയപ്പെട്ട വടശ്ശേരി ഉസ്താദേ, പ്രിയപ്പെട്ട പേരോട് ഉസ്താദേ, ഇടക്കാലത്ത് നമ്മൾ മുസ്ലിം ലീഗിന്റെ പിന്നാലെ നടന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. മുസ്ലിം ലീഗിന്റെ മദ്ഹ് പറഞ്ഞ കാലമുണ്ടായിരുന്നല്ലോ ഇടക്കാലത്ത്. കുണ്ടൂർ കുഞ്ഞുവിനെ കൊന്നതിന്റെ ശേഷമല്ലേ അത്? അമ്പലക്കണ്ടി അബ്ദുൽ ഖാദറിനെ കൊന്നതിന്റെ ശേഷമല്ലേ അത്? കൊലപാതക രാഷ്ട്രീയത്തിൽ അതാണ് നിങ്ങളുടെ പ്രതിഷേധമെങ്കിൽ മുസ്ലിം ലീഗിന് വേണ്ടി നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗങ്ങൾ ഇനി എന്ത് ചെയ്യും? അത് മണ്ണാർക്കാട്ടേർക്ക് ഞാനൊന്ന് കേൾപ്പിച്ചു കൊടുക്കാൻ. പ്രത്യേകിച്ച് CPM-ന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം കേൾക്കണം. ഇവരെ വിശ്വസിച്ച് കൂടെ നിൽക്കണ്ട. നാളെ നിങ്ങൾക്കെതിരെ അവർ പ്രസംഗിക്കും. അവർക്ക് നിലപാടിൽ ഒരിക്കലും ഒരു ഉത്തരവാദിത്തമില്ല, ഒരു കാലഘട്ടത്തിലും അവർക്കില്ല എന്നത് വളരെ വ്യക്തമാണ്. നിങ്ങൾ കേട്ടോളൂ. ഇനി 3-4 പ്രസംഗം കേട്ടാൽ ഇത് മനസ്സിലാവും. ഇത് നാദാപുരത്തെ പ്രസംഗം. പേരോടാണ് പ്രഭാഷകൻ. പേരോട്. വിഷയം ലീഗിന് സമവായം, സമസ്തക്ക് സംഘർഷം. ഈ പ്രസംഗം നടക്കുന്ന 2013 നവംബർ 8-ന്, അല്ല നവംബർ 28-ന്. മണ്ണാർക്കാട് ഈ പറയപ്പെട്ട കൊലപാതകം നടക്കുന്നതോ നവംബർ 20-ന്. നവംബർ 20-ന് കൊലപാതകം, 28-ന് നാദാപുരത്ത് പ്രസംഗം. അതായത് ഇവിടെ നടന്ന കൊലപാതകത്തിന്റെ 8-ാമത്തെ ദിവസം, 15 കൂടി കഴിഞ്ഞിട്ടില്ല. ആ 8-ാമത്തെ ദിവസം പേരോട് ലീഗിന് വേണ്ടി ഒരു പ്രസംഗമാണ് നാദാപുരത്ത് നടത്തിയത്. അതിനയാൾക്ക് വേറെ കാര്യം ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും. അയാൾ എന്തിനാന്നുള്ളത് പിന്നെ പറഞ്ഞു. അയാൾ നടത്തി. ഇത് ഒരു വിദ്വാനോട് പറയാ, അത് പ്രതികൾ ഓലാന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ പിറ്റേ ദിവസം ഇവിടെ സിറാജിൽ എഴുതി ലീഗാണ്. മാത്രമല്ല അതിനു മുമ്പല്ലേ കുണ്ടൂര് കുഞ്ഞു, മാത്രമല്ല അമ്പലക്കണ്ടി അബ്ദുൽ ഖാദർ, ഈ പറഞ്ഞ പ്രവർത്തകരെ നിങ്ങളതല്ലേ കരഞ്ഞു പറഞ്ഞത്. കരഞ്ഞു പറഞ്ഞ നിങ്ങളോട് ചോദിക്കുന്നു, മുസ്ലിം ലീഗിന് വേണ്ടി നിങ്ങൾ പ്രസംഗിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു? പറ. ഈ നിലപാടുകൾ ആരെ നിങ്ങൾ വിശ്വസിപ്പിക്കും? ഇവിടെ ഇപ്പൊ സംഗതി അതിന്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ഇടതുപക്ഷാവും അടുത്ത 5 വർഷം പോലെ ആരോ ഇവരോട് പറഞ്ഞിരിക്കും. കാരണം കേരളത്തിന്റെ ചരിത്രം നോക്കുമ്പോ അപ്പോ ഏതെങ്കിലും ഒരു മണ്ഡലത്തിന് നമ്മളൊന്ന് സോപ്പിടാൻ വഖഫ് ബോർഡും വജ്ജിയം പറ്റി ഉണ്ടാവൂല. കാരണം ഇടതുപക്ഷത്തിന് ഇവരിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ ഒന്ന് സോപ്പിടാനാണ് മണ്ണാർക്കാട് തട്ടി നോക്കിയത്. പക്ഷെ ആൺകുട്ടികൾ പിന്നാലെ വരുമെന്നത് ഇവരറിഞ്ഞില്ല. ഇവരെ ഞങ്ങൾ പിടികൂടാതിരിക്കുമോ? ഈ ഇരട്ടത്താപ്പ് കണ്ടോ? മുസ്ലിം ലീഗിനോടുള്ള നയം. ഇവിടെ കൊലപാതകം നടന്നതിന്റെ 8-ാമത്തെ ദിവസം മണ്ണാർക്കാട് പോയി പ്രസംഗിക്കുന്നു, അല്ല നാദാപുരത്ത് പ്രസംഗിക്കുന്നു. പ്രസംഗം യൂട്യൂബിൽ ലഭ്യമാണ്. ലീഗിന് സമവായം, സമസ്തക്ക് സംഘർഷം. അതായത് കുറ്റം മുഴുവനും സമസ്തക്കാണ്, ലീഗ് സംശുദ്ധമാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ മധുഹൊക്കെ അരമണിക്കൂറിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി എനിക്ക് കേൾപ്പിക്കാൻ സമയമല്ല. ഞാൻ അതിന്റെ പ്രസക്ത ഭാഗം, ലീഗിനോട് മാന്യമായ നിലപാട് തുടരും എന്ന പ്രസ്താവന വായിച്ചുകൊണ്ട് പേരോട് ഒന്ന് ആണ് ഞങ്ങളുടെ പണ്ഡിതന്മാർ എന്നും പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പുറമെ ചന്ദ്രിക, അതെ ചന്ദ്രികയിൽ നിങ്ങൾക്ക് കാണാം. ചന്ദ്രികയിൽ അതേ കാലത്തുള്ള റിപ്പോർട്ട്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് തുടക്കം കുറിച്ച ഐക്യശ്രമങ്ങൾക്ക് ആശാവഹമായ പുരോഗതിയാണ് ഉണ്ടായത്. ഇതിൽ നിന്ന് പിറകോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. മുസ്ലിം ലീഗിനോട് മാന്യമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. മർക്കസ് സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുത്തത് ഈ നിലപാടിന്റെ ഭാഗമാണ്. ഈ സാന്നിധ്യവും ഐക്യശ്രമങ്ങളുടെ ഭാഗമായാണ് കാണുന്നത്. ആശയാദർശങ്ങളിൽ മാറ്റം വരുത്താതെ സമുദായ ഭദ്രതയും ഐക്യവും സാധ്യമാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവന ചന്ദ്രികയിൽ വന്നതാണ്. ഞാൻ രണ്ടാമതായി വായിച്ചത്. സുഹൃത്തുക്കളെ, അങ്ങനെ മുസ്ലിങ്ങൾ പരമാവധി ഐക്യപ്പെടണം എന്ന് ഞങ്ങളുടെ നേതാക്കൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്തു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ആ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹവും ഐക്യത്തിന് പച്ചക്കൊടി കാണിച്ചു. വളരെയേറെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങി. നിങ്ങൾ ചരിത്രത്തെ സംബന്ധിച്ച് ജനങ്ങൾ മനസ്സിലാക്കണം. വാസ്തവത്തിൽ പലരും തെറ്റിദ്ധരിപ്പിക്കുകയാണ്.
തെറ്റിദ്ധാരണ പരത്തുകയാണ്. അങ്ങനെ പറഞ്ഞു പോവാണ്. ഓരോന്നും അയാൾ പറയുന്നുണ്ട്. മുസ്ലിം ലീഗിനോടുള്ള നയം പറയുകയാണ്. നിങ്ങൾ കേൾക്കണോ? അതിലും വലിയ രസം മലപ്പുറത്തെ പ്രസംഗം തന്നെ എടുക്ക്. അതില് മൂപ്പര് പറയുന്നു, ലീഗിനെ നശിപ്പിക്കാൻ വേണ്ടി ലീഗ് വിരോധികളെയും കൂട്ടുപിടിച്ച് ചില ആളുകൾ നടക്കുന്നുണ്ട്. അവർക്കെതിരെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പേരോട്. അതാരെ കുറിച്ചാ പറഞ്ഞറിയോ? അത് മലപ്പുറത്ത് പലരും തോറ്റപ്പോ അന്നൊരു സമ്മേളനം സലാമത്ത് നഗറിൽ നടന്നപ്പോ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് പേരോട് പ്രസംഗിക്കാണ്. അപ്പൊ പേരോട് ലീഗിന്റെ ആളും SKSSF പുറത്തും. അന്ന് അങ്ങനെയായിരുന്നു. നിങ്ങൾ അറിയണം, ഇവിടെ വന്ന് കരഞ്ഞ ഈ വടശ്ശേരിക്കാരനൊക്കെ ഉണ്ടല്ലോ, ഇത് ജനങ്ങളോട് മറുപടി പറ. കുണ്ടൂർ ഉസ്താദിന്റെ മകനെ കൊന്നതും ഈ പറയപ്പെട്ട കൊലപാതകങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കെ നിങ്ങൾ മുസ്ലിം ലീഗിന്റെ മദ്ഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണ്ണാർക്കാട് വന്ന് നിങ്ങൾ എന്തിന് പിന്നെ അത് മാറ്റി പറയണം? ഒരു നയത്തിലാണ് ഞങ്ങൾ ഇതിൽ ഇടപെടൂ. കേട്ടോളൂ, മുസ്ലിം ലീഗിനെ നശിപ്പിക്കാൻ SKSSF ശ്രമിക്കുന്നു എന്ന് പേരോട് ആരോപിക്കുന്നു. കേട്ടോളൂ, നിങ്ങൾ മുസ്ലിം ലീഗിനെ നശിപ്പിക്കാൻ വേണ്ടി ലീഗ് വിരോധികളെ കൂട്ടുപിടിച്ച് പരിശ്രമം തുടങ്ങിയിട്ട് കാലമേറെയായി എന്നത് മുസ്ലിം ലീഗ് നേതൃത്വം കണ്ടറിഞ്ഞു. ആ കണ്ടറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ കാന്തപുരം ഉസ്താദിനെ സമീപിച്ചെങ്കിൽ അവരാണോ ഉത്തരവാദി? നിങ്ങളാണോ ഉത്തരവാദി? അത് ആരാന്ന് നമുക്ക് നിങ്ങൾ തന്നെ ഉത്തരവാദി. അതിൽ തർക്കമൊന്നുമില്ല. ഈ പഠിച്ചോ, ഇനി ഒന്നുകൂടി കാണിച്ചു തരാ. എത്ര പ്രസംഗം, നാദാപുരത്തെ പ്രസംഗം, ഇത് മലപ്പുറത്തെ ജാഗരണ സമ്മേളനം. ഇനി ഞാൻ ഒന്നുകൂടി എടുക്കുന്നു പൂനൂരിലെ പ്രസംഗം. പൂനൂരിലെ പ്രസംഗത്തിൽ SKSSFനെതിരെയുള്ള പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മർക്കസ് നോളേജ് സിറ്റിയിൽ ഉദ്ഘാടനത്തിൽ വന്ന ക്ലിപ്പ് പേരോട് ഇടുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബല്ലേ പ്രതികളെ സംരക്ഷിച്ചു നിങ്ങൾ പറഞ്ഞത്? ആ പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്തിന് നിങ്ങൾ ഉദ്ഘാടനത്തിന് വിളിച്ചു? മറുപടി പറ. മാത്രമല്ല, ഉദ്ഘാടനത്തിന് വിളിച്ചത് പോട്ടെ, അത് ക്ലിപ്പാക്കിയിട്ട് പേരോട് പ്രസംഗത്തിലിടുകയാണ്. 8-ാം ദിവസം ഇട്ടിട്ടുണ്ട്, പൂനൂരിടുകയാണ്. എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പ്രസ്താവനയോട് SKSSFന്റെ ചില നേതാക്കളുടെ പ്രതികരണം ഇയാൾ ക്ലിപ്പാക്കി വീണ്ടും ഇട്ടു. എന്നിട്ട് ഇയാൾ പറയാണ്, കണ്ടോ മുസ്ലിം ലീഗിനെ തകർക്കണമെന്ന് ഈ പണ്ഡിത വേഷധാരികൾ പറയുമ്പോ ഞങ്ങളും കൂടി പറയിപ്പിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്, ഇതാ ഞാൻ പറഞ്ഞത്. മണ്ണാർക്കാട്ട് ജനങ്ങളെ, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോ, പക്ഷേ ഈ നവജമാഅത്ത് എന്ന് പറയുന്ന സാധനം അവരെ നിങ്ങൾ പരിഗണിക്കണ്ട. അവര് വട്ടപൂജ്യമാണ്, ഒരു ലെവലുമില്ലാത്തവരാണ് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വന്നു. കാരണം നിങ്ങളെ ഇരട്ടത്താപ്പാ കാരണം. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. ആദർശ മുന്നേറ്റം ആര് ജയിച്ചാലും തുടരും ഇൻഷാ അല്ലാഹ്. അത് വേറെ ഒരു കാര്യം. ഏതായാലും ആവട്ടെ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ മർക്കസ് നോളേജ് സിറ്റിയിൽ പ്രസംഗിക്കുന്ന ചിത്രവും കാണിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. പേരോടാ പ്രസംഗിക്കുന്നത്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ? എന്നിട്ട് അവിടെ SKSSFന്റെ നേതാക്കളെ കൊണ്ടിട്ടിട്ട് അതിന് പേരോട് മറുപടി പറയുന്നുണ്ട്. അപ്പൊ പേരോട് ലീഗിന്റെ ആള്, മറ്റുള്ളവർ പുറത്ത്. ഇത്ര ആത്മാർത്ഥത കൂടി പോയി, അതാണ്ടായത്. കേട്ടോളൂ. അനുബന്ധിച്ച വളർന്ന സാങ്കേതിക വിദ്യയിലൊക്കെ അതൊക്കെ ഉൾക്കൊള്ളുന്ന വമ്പിച്ച ഒരു സ്ഥാപനം ഇവിടെ നാട്ടിൽ വരുന്നു എന്നുള്ളത് വളരെ വളരെ സ്വാഗതാർഹമാണ്. വളരെ നന്നായി ഈ സ്ഥാപനം വളർന്നു വരട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യാശിക്കുകയാണ്. അതിന് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ IT വകുപ്പിന്റെയും എല്ലാവിധ പിന്തുണയും ഉണ്ടായി.